കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബന്ധത്തിലുള്ള ബന്ധത്തിൽ ഈ ശനിയാഴ്ച രാവിലെ കടന്നു വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നല്ല ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവവചന പഠനത്തിനായും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമക്കളെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ദൈവവചന പഠനം ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ക്രിസ്തുവിനെ അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അതിനുവേണ്ടിയാണ് നാം ക്രിസ്തീയ വിശ്വാസി ക്രിസ്തുവിനെ അറിയുകയും അറിയിക്കുകയും ചെയ്യണമെങ്കിൽ നാം ക്രിസ്തുവിനെ അതേക്കുറിച്ച് പഠിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് പദം 123 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രസംഗിക്കുക എന്നുള്ളത് 41 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ട്. 123 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുക എന്ന പദമുണ്ട്. പ്രസംഗിക്കുക എന്നത് 41 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപകൻ എന്ന പദം 68 പ്രാവശ്യം കാണുവാൻ കഴിയും. യേശുവിനെ പ്രവാചകൻ എന്ന് ചിലപ്പോഴൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഗുരു എന്ന പദപ്രയോഗം 60 പ്രാവശ്യം യേശുവിനെ വിളിക്കുന്നതായിട്ട്, ഗുരു അന്ന് 60 പ്രാവശ്യം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് പഠനം എന്നുള്ളത്. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, അവരോട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കുട്ടികളെ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്ന് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യവും 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലുമൊക്കെ മോശ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്ന്. തലമുറകളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കളെയും ജനത്തെ പഠിപ്പിക്കുവാൻ പുരോഹിതന്മാരെയും ദൈവം നിയമിച്ചിരിക്കുന്നുവെന്ന് ലേവ്യ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റെടുത്ത് ആളെ ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്ന് മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യ നിയോഗത്തിലും പഠിപ്പിക്കുവാനുള്ള ഒരു പരാമർശമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം നമുക്കറിയാം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് അവരെ പഠിപ്പിച്ചും കൊണ്ട് അവരെ ശിഷ്യരാക്കുവിൻ എന്നാണ് കർത്താവ് തന്റെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ചുള്ള പഠനം വളരെ അത്യാവശ്യമാണ്. ആ പഠനത്തിലൂടെ നമ്മൾ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണമായി തീരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ വ്യാപരിച്ച് ചെയ്തെടുത്ത അത്ഭുത പ്രവർത്തികൾ, താൻ സ്വർഗത്തിൽ കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ച് അയച്ചു കൊടുത്ത് ആ സ്വീകരിച്ച ശിഷ്യന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ വീണ്ടും ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ ചെയ്തെടുത്ത പ്രവർത്തികളുടെ പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകമുണ്ട്. അതിന് 2ആയി വിഭജിക്കുമ്പോൾ പഴയ നിയമം 39 പുതിയ 27 കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 4 സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ 5-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിലെ 44-ാമത്തെ പുസ്തകമാണ്. 28 അധ്യായമാണ് അതിനകത്തുള്ളത്. 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട അധ്യായം 2-ാം അധ്യായമാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ കടന്നു വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭയുടെ ചരിത്രമാണ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാക്യമെന്ന് പറയുന്നത് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നുള്ള വേദഭാഗമാണ് പ്രധാനപ്പെട്ട ഒരു വാക്യമായി നമുക്ക് എടുക്കുവാൻ കഴിയുന്നത്. ആ വാക്യത്തെ 4ആയി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്, വിഭജിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷനാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള ചരിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ യെരൂശലേം സഭയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. യെരൂശലേം സഭയുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. യെരൂശലേം സഭയ്ക്ക് 7 പ്രധാനപ്പെട്ട ക്വാളിറ്റികളുണ്ട്. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കും ഈ പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. യെരൂശലേം സഭ യെരൂശലേമിനെ പിടിച്ചു നിർത്തിയ ഒരു സഭയായിരുന്നു. അതിന് കാരണം ഈ 7 പ്രധാനപ്പെട്ട ഗുണഗണങ്ങളാണ്. ഒന്നാമത് പ്രേയിങ് ആൻഡ് പ്രൈസിംഗ് ചർച്ച്, അതിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത സഭയായിരുന്നു. 2 പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ചർച്ച്, അത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സഭയായിരുന്നു. പവർഫുൾ ചർച്ച്, അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ സഭയായിരുന്നു. പെർസിക്യൂട്ടഡ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ക്രിസ്തുവിന് വേണ്ടി
ആ ഉപദ്രവം സഹിക്കുവാൻ വിളിക്കപ്പെട്ട സഭയായിരുന്നു. അത് പ്രൊവൈഡിംഗ് ചർച്ച് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വരം ലഭിച്ച സഭയായിരുന്നു. ഇറ്റ്സ് എ പ്യൂർ ചർച്ച്. അത് വിശുദ്ധ സഭയായിരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നുള്ള വാക്ക് അനുവർത്തിച്ചു പോകുന്ന ഒരു സഭയായിരുന്നു യെരുശലേം സഭ. അവസാനമായിട്ട് 7ാമത്തെ കാര്യം ഇറ്റ്സ് എ പ്രോഗ്രസീവ് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് വളരുന്ന സഭയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അങ്ങനെയാണ് 1ാമത്തെ ഭാഗം യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള ചരിത്രമാണെങ്കിൽ 2ാമത്തെ ഭാഗമാണ് യെരുശലേം സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അത് 3ാമത്തെ ഭാഗം 8ാം അധ്യായം 4 മുതൽ 11ാം അധ്യായം 18 വരെയാണ്. അത് സഭ ജാതികളിലേക്ക് എന്ന് പറഞ്ഞാൽ ശമരിയയിലേക്ക് പോയ ഒരു വിഷയമാണ് അവിടെ കൊടുത്തിരിക്കുക. നമ്മൾ പഠിച്ചതാണ്. ഫിലിപ്പോസ് ചിതറിപ്പോയ സ്തെഫാനോസിന്റെ രക്തസാക്ഷി മരണത്താൽ ചിതറിപ്പോയവർ പോയയിടത്ത് ദൈവവചനം സംസാരിച്ചു. അങ്ങനെ ചിതറിപ്പോയവരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് ദൈവവചനം സംസാരിച്ചു. അങ്ങനെ അനേക ജാതികളിൽ നിന്നുള്ളവര് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഈ ശമരിയയിൽ വലിയൊരു സഭ ഉടലെടുത്തത് അറിഞ്ഞ് അത് യെരുശലേമിൽ പത്രോസും യോഹന്നാനും കടന്നു വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ വലിയൊരു ജനസമൂഹം അവിടെ ശമരിയയിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. അതാണ് നമ്മുടെ 3ാമത്തെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാം അധ്യായം 19 മുതൽ 28ാം അധ്യായം അതിന്റെ 31 വരെയുള്ള ഭാഗം സഭ എല്ലായിടത്തും എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. 11ാം അധ്യായം 19 മുതൽ 28ാം അധ്യായം 31 വരെ സഭ എല്ലായിടത്തും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ 11ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സുവിശേഷം സംസാരിക്കാതെ കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ചു. എന്നാൽ അവരിൽ ചിലർ കുപ്രോസുകാരോടും കുറഞ്ഞക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനരായരോടും എന്ന് പറഞ്ഞാൽ ജാതികളോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അന്ത്യോക്യയിലെ സഭ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യോക്യ സഭ അത് അവിടെ പേര് പറയപ്പെട്ട അപ്പോസ്തലന്മാർ അല്ല സ്ഥാപിതമായത്. ചിതറിപ്പോയവർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയുണ്ട്. നാമധേയ ക്രൈസ്തവർ പറയുന്നത് അന്ത്യോക്യ സഭ സ്ഥാപിച്ചത് പത്രോസാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ഗുരുതരമായ തെറ്റാണ്. 11ാം അധ്യായം അതിന്റെ 19ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ചിതറിപ്പോയവർ അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു, സംസാരിച്ചു. അവർ അന്ത്യോക്യയിലെത്തി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവർ അന്ത്യോക്യയിലെത്തി യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അടുത്ത കർത്താവിന്റെ കൈ 21ാം വചനം അവരോടുകൂടി ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് അന്ത്യോക്യ സഭ അവിടെ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അവിടെ ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചു. അതിൽ അറിഞ്ഞ ശേഷം ബർന്നബാസ് അവിടെ വരുന്നു. അവിടെ ദൈവകൃപ സന്തോഷിക്കുന്നു. അങ്ങനെ ബർന്നബാസ് പൗലോസിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ 1 വർഷം അവിടെ ദൈവവചനം പൗലോസ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അത് ഈ അന്ത്യോക്യ സഭയിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെ വചനം പഠിച്ചവർ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 26ാം വാക്യത്തിനകത്ത് അവർ 1 സംവത്സരം മുഴുവൻ സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി. ശ്രദ്ധിക്കണമേ, ക്രിസ്ത്യാനികൾ എന്ന പേര് വരുന്നത് ശിഷ്യന്മാർക്കാണ്. അത് അന്ത്യോക്യയിലുള്ള ശിഷ്യന്മാർക്കാണ് വരുന്നത്. അന്ത്യോക്യയിലുള്ള സഭ സ്ഥാപിച്ചത് ചിതറിപ്പോയ യഹൂദന്മാരാണ്. അവിടെ യഹൂദന്മാർ ചിതറിപ്പോയവർ ദൈവവചനം സംസാരിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടിയിരുന്നു. അവിടെ വലിയൊരു കൂട്ടം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയുടലെടുത്തു. അപ്പോൾ ബർന്നബാസ് അവിടെ ചെന്നു. ബർന്നബാസ് ശൗലായിരുന്ന പൗലോസിനെ വിളിച്ചുകൊണ്ടുവന്ന് ദൈവവചനം 1 വർഷത്തോളം കാരണം ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ പൗലോസ് അവരോട് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. അവരെ നിശ്ചയമുള്ളവരാക്കി, ഹൃദയമുള്ളവരാക്കി മാറ്റി. അങ്ങനെ അവർക്ക് കിട്ടിയ പേരാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് അവർക്ക് കിട്ടിയതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ആ കാലത്ത് യെരുശലേമിൽ പ്രവാചകന്മാർ അന്ത്യോക്യയിൽ വന്നു. ഈ സഭയിൽ ക്രിസ്ത്യാനികൾ എന്ന പേരായി അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാർ യെരുശലേമിൽ നിന്ന് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ എഴുന്നേറ്റ് പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു. പ്രവചനം ആത്മീയ വർധനവിനാണ്, പ്രവചനം ആശ്വാസത്തിലാണ്, പ്രവചനം പാപബോധം വരുത്തുവാനാണ്, പ്രവചനം ശക്തിയുള്ള ഒരു ആയുധമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു.
എന്നാൽ നല്ല പ്രവചനമുണ്ട്, കള്ളപ്രവചനമുണ്ട്, നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. അതിന്റെ ഉറവ എവിടെ നിന്നാണ്, സ്രോതസ് എവിടെ നിന്നാണ് തിരിച്ചറിഞ്ഞു വേണം പ്രവചനത്തെ നമ്മൾ സ്വീകരിക്കാനെന്ന് പറഞ്ഞു. ഒരു പ്രവചനം ശരിയായതുകൊണ്ട് എല്ലാ പ്രവചനം ശരിയാകണമെന്നില്ല എന്ന് നമ്മൾ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വെളിച്ചപ്പാടത്തിൽ പറഞ്ഞ പ്രവചനം കറക്റ്റായിരുന്നു, പക്ഷേ അതിന്റെ ഉറവ അത് ദൈവാത്മാവിലല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പ്രവചനം പല രീതിയിൽ വെളിപ്പെടും. മനുഷ്യാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്, ദുരാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്, ദൈവാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അങ്ങനെ അഗബോസ് ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിക്കുകയും അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ കാലത്ത് അന്ത്യോക്യയിലുള്ള സഭ അത് പരിപാലനമുള്ള ഒരു സഭയായിരുന്നു എന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. കാരണം അതിലെ മറ്റു സഭകൾക്ക് ക്ഷാമം വന്നപ്പോൾ ഇവര് പണപ്പിരിവ് നടത്തി പൗലോസിന്റെയും ബർന്നബാസിന്റെയും കയ്യിൽ പണം കൊടുത്തുവിടുന്ന ഒരു നല്ല സ്വഭാവം കൂടെ ഈ അന്ത്യോക്യ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ആ 12-ാം അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 12-ാം അധ്യായം. സഭാ നേതൃത്വത്തിന് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കണമെന്നുള്ളത് അടിവരയിട്ട് വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമായിരുന്നു 12-ാം അധ്യായം. യെരൂശലേം സഭയുടെ ടോപ്പ് ലീഡർഷിപ്പിന് വേണ്ടി ആളുകളെ പ്രാർത്ഥിക്കണം. അവരെ രാജാവ് അവർക്കെതിരെ പീഡയടിച്ചുവിടുന്നു. 4-ാം വാക്യത്തിനകത്ത് ആദ്യ 2 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യാക്കോബ് അപ്പോസ്തലനെ അത് പിടിച്ച് അവന്റെ വാൾ കൊണ്ട് വെട്ടിക്കൊള്ളുന്നു. 4-ാം വാക്യത്തിൽ പത്രോസിനെ തടവിലാക്കുന്നു. 5-ാം വാക്യത്തിൽ സഭ ശ്രദ്ധയോടുകൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ആ തടവിലാക്കിയ രാജാവിന്റെ പേര് ഹെരോദാവെന്നാണ്. അത് ദുഷ്ടനായ ഒരു രാജാവാണ്. ഹെരോദാവ് എന്ന് പറഞ്ഞൊരു സ്ഥാനപ്പേരാണ്. അഗ്രിപ്പ 1 എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. നമുക്കറിയാം മഹാനായ ഹെരോദാവിന്റെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹെരോദാവ് യേശുകർത്താവിന്റെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊല്ലിപ്പിച്ചവനാണ്. അദ്ദേഹത്തിന്റെ അനന്തരവനായിരുന്നു ഹെരോദ അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിക്കളഞ്ഞവൻ. അങ്ങനെയുള്ളവന്റെ അനന്തരവനാണ് ഈ പറയുന്ന അഗ്രിപ്പ 1. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം ഏതായിരുന്നു അറിയാമോ? അതിന് എന്തുകൊണ്ടാണ് ഹെരോദാവ് കല്ലുകൊള്ളിയത് എന്ന വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. തലമുറകൾ നഷ്ടപ്പെടാൻ കാരണം ദൈവസഭയുടെ നേതാക്കന്മാർ തകർക്കപ്പെടുവാൻ കാരണക്കാർ ആരാണെന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതെന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്? ദൈവമക്കളെ വില കൊടുത്ത് ഒരു കാലത്ത് ആരാധിക്കാൻ ഇറങ്ങിയവരുടെ അവിശ്വാസമാണ് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെടാൻ കാരണം. ദൈവദാസന്മാർ നഷ്ടപ്പെടാൻ കാരണം വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ ഒരു കാലത്ത് ഇറങ്ങി. സത്യത്തിന് വേണ്ടി അറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ജാതീയ ആചാരങ്ങളെ വിട്ടുകൊണ്ടും നാമധേയ ക്രൈസ്തവ പരിപാലനത്തെ വിട്ടുകൊണ്ടുമൊക്കെ അന്യാരാധനകളെയും വിഗ്രഹാരാധനകളെയും ഒക്കെ വിട്ട് സത്യാരാധനക്കാരായി അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് ആരാധിക്കാൻ ഇറങ്ങിയവർ മുൻപോട്ട് പോയ പോക്കയിൽ അവർ കൊട്ടാരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ നക്ഷത്രം കണ്ടിറങ്ങിയവർ, നക്ഷത്രത്തെ അനുഗമിക്കേണ്ടവർ കുറച്ചു കാലം അനുഗമിച്ചു. പൊന്നും മൂരും കുന്തിരിക്കും എടുത്ത് അവർ അനുഗമിച്ചു. എന്നാൽ ഇടയ്ക്ക് രാജകൊട്ടാരത്തിലേക്ക് കയറുവാൻ ഇടയായിത്തീർന്നതാണ് ഹെരോദാവ് കല്ലുകൊള്ളാനുള്ള കാരണവും തലമുറകൾ നഷ്ടപ്പെടാനുള്ള കാരണവും യോഹന്നാൻ സ്നാപകനെ പോലുള്ള തല തകർക്കപ്പെടുവാനുള്ള കാരണമെന്ന് നമുക്ക് കഴിഞ്ഞ ചിന്തിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ദൂരായിട്ട് അതിനകത്തൂടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയ ദൈവത്തിന്റെ മക്കളെ നമ്മൾ മുഖാന്തരം നമ്മുടെ തലമുറ നഷ്ടപ്പെടരുത്. നമ്മൾ മുഖാന്തരം ദൈവദാസന്മാരുടെ ജീവിത ധാന്യം വരരുത്. ദൈവസഭയ്ക്ക് തകർച്ചയുണ്ടാകരുത്. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് വില കൊടുത്ത നക്ഷത്രം പറഞ്ഞു, ഇതാ യഹൂദന്മാരുടെ രാജാവ് പറഞ്ഞിരിക്കുന്നു, വേദഭൂമി ജനിച്ചിരിക്കുന്നു, അവരെ ഞാൻ കാണിക്കാം, എന്റെ പിറകെ വരിക എന്ന് പറഞ്ഞപ്പോൾ പൊന്നും മൂരും കുന്തിരിക്കവും എടുത്ത് വിദ്വാൻമാർ നക്ഷത്രത്തിന്റെ പുറകെ പോവുക. പുറകെ നടന്നു കഴിഞ്ഞപ്പോൾ വില കൊടുത്ത് ആരാധിക്കുവാൻ യേശുക്കർത്താവിനെ ആരാധിക്കുവാൻ വിലപെടുത്ത് പൊന്നും മൂരും കുന്തിരിക്കവും എടുത്ത് ആരാധിക്കാൻ ഇറങ്ങിയവർ കുറെ ദൂരം കഴിഞ്ഞപ്പോൾ കൊട്ടാരം കണ്ട് കൊട്ടാരത്തിലേക്ക് കയറി രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നു. അതിന്റെ അനന്തര ഫലമാണ് രാജാവ് കല്ലുകൊള്ളുന്നത്, ഹെരോദാവ് കല്ലുകൊള്ളുന്നത്. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ യഹൂദന്റെ ആൺകുഞ്ഞുങ്ങളെയും ആരാധിക്കേണ്ട കുഞ്ഞുങ്ങളെ, ആലയത്തിനകത്ത് വളരേണ്ട കുഞ്ഞുങ്ങളെ, ആത്മീയരാകേണ്ട കുഞ്ഞുങ്ങളുടെ തല തകർക്കപ്പെടുന്നതിന് കാരണം എന്താ? കൊട്ടാരത്തിലേക്ക് കയറിയതുകൊണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയവൻ ആത്മീയം വിട്ട് ഭൗതികത്തിലേക്ക് മടങ്ങിയാൽ, ആത്മീയം വിട്ട് ഭൗതികത്തിലേക്ക് പോയാൽ, നക്ഷത്രത്തെ വിട്ട് പരിശുദ്ധാത്മാവിനെ വിട്ട് കൊട്ടാരത്തിലേക്ക് പോയാൽ അത് നഷ്ടപ്പെടുന്നത് തലമുറയുടെ ഭാവിയാണെന്ന് ആ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുൻപോട്ട് വരുന്ന സമയത്താണ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ മുൻപിൽ നിന്ന് നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത യാക്കോബിനെ ഈ ഹെരോദാവ് അഗ്രിപ്പ 1 പിടിച്ച് യഹൂദന്മാർക്ക് പ്രസാദമാകുന്നത് കണ്ടിട്ട് അവനെ വെട്ടിക്കൊല്ലുകയാണ്. അത് യഹൂദന്മാർക്ക് വളരെ സന്തോഷമായി. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അടുത്തവനെ പിടിക്കുകയാണ്. പത്രോസിനെ പിടിച്ച് അവനെ വെട്ടിക്കൊല്ലുവാൻ കഴിയില്ല. കാരണം ആ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് നമുക്കറിയാം പെസഹായുടെ ദിവസമായതുകൊണ്ട് അവനെ പിടിച്ച് കാരാഗൃഹത്തിന്റെ അകത്തെ മുറിയിൽ ഇരുട്ടുള്ള മുറിയിലാക്കി വെച്ചിരിക്കുന്നു. ആ ദിവസം സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവാൻ എഴുന്നേറ്റു. സഭയ്ക്ക് മനസ്സിലായി സഭയ്ക്ക് ഒരു
അധികാരമുണ്ടെന്ന്. ആളുടെ ഹെരോദാവിന്റെ കലിയടങ്ങണമെങ്കിൽ സഭ എഴുന്നേൽക്കണം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ തീർന്നു പറയട്ടെ, തലമുറകളെ തകർക്കുന്ന ശക്തികളെ തകർക്കണമെങ്കിൽ, ദൈവദാസന്മാരെ തകർക്കുന്ന ശക്തികളെ തകർക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന് ദൈവസഭ എഴുന്നേൽക്കണം. സഭയെ തകർക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാൻ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വ്യക്തികൾക്കല്ല, അത് കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. സഭ എപ്പോൾ തിരിച്ചറിയുമോ അതിന് സഭയ്ക്ക് അധികാരമുണ്ട്, സഭയ്ക്ക് ശക്തിയുണ്ട് എന്ന് എപ്പോൾ തിരിച്ചറിയുമോ ആ സെക്കൻഡിലാണ് അത് ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികൾ തകർന്നടിയുന്നത്. ഇവിടെ സഭ തിരിച്ചറിഞ്ഞു, ഒരു യാക്കോബ് നഷ്ടപ്പെട്ടു, അതിൽ ഇനി ഒരു പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, ഇല്ല ഇനിയും അതിനെ വിട്ടുകൊടുക്കത്തില്ല എന്ന് സഭയ്ക്ക് ബോധ്യമായി. സഭ ഉണർന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഫലിച്ചു എന്നാണ് പുസ്തകം പറയുന്നത്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ആ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഇതാ ദൂതൻ ഇറങ്ങുന്നു, വലിയൊരു വെളിച്ചമുണ്ടാകുന്നു. ദൂതൻ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനെ തട്ടി ഉണർത്തുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പത്രോസെ ദൂതൻ നിന്നെ വിളിക്കുമ്പോൾ നീ എഴുന്നേൽക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇന്ന് അനേകര് ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാ. ഇനി എനിക്കൊരു ഭാവിയില്ല, ഇനി എന്റെ ജീവിതം ആളിൽ എങ്ങനെ മുൻപോട്ട് പോകും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ ഒരു പ്രയോജനം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ശത്രു ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന, നിരാശപ്പെട്ട് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അന്ന് ദൂതനിറങ്ങി തട്ടിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവവചനം നിന്നെ തട്ടി ഉണർത്തുകയാ. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, നീ അവിടെ കിടക്കേണ്ടവനല്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഏതെങ്കിലും പ്രതികൂല വിഷയങ്ങൾ ഭാരപ്പെട്ട്, ഏതെങ്കിലും പ്രശ്നത്തിനകത്തകപ്പെട്ട് ഭാരപ്പെട്ട്, ഏതെങ്കിലും ഇല്ലായ്മയുടെ നടുവിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട്, ഏതെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ അത് തടയപ്പെട്ട നന്മയെ ഓർത്ത് നിരാശപ്പെട്ട് ആരെങ്കിലും കാരാഗ്രഹ സമാനമായ അനുഭവത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം നിന്നെ തട്ടി ഉണർത്തുകയായി. നീ എഴുന്നേൽക്ക്, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് നീ എഴുന്നേൽക്കണമെന്ന് ചോദിച്ചാൽ പറയാം. നിന്റെ തല യാക്കോബിന്റെ തല ഉരുണ്ടുപോയതുപോലെ, വെട്ടിക്കൊന്നതുപോലെ, യാക്കോബിനെ വെട്ടിക്കൊന്നതുപോലെ നിന്നെയും വെട്ടിക്കൊല്ലണ്ടായിരുന്നു ഇന്നലെ. എന്നാൽ എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നത്? ഒരു പെസഹായുടെ ഇടയ്ക്ക് വന്നതാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടാണെങ്കിലും അതിൽ നീ ജീവനോടുകൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി വേറൊരുവൻ മരിച്ചതുകൊണ്ട് അത് നീ നിരാശപ്പെടരുത്, നീ തകർന്നു കിടക്കരുത്, നീ കാരാഗ്രഹത്തിനകത്ത് കിടക്കരുത്. ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു ദൂതായിട്ട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളൊരു കാര്യം, ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ട് ഇനി എനിക്കൊരു ഭാവിയില്ല, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, എന്റെ കാര്യം നടത്തിത്തരാൻ ആരുമില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്നൊക്കെ ചിന്തിച്ചാരെങ്കിലും അവരുടെ അകത്തളത്തിൽ ഒതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം തന്നെ ഉണർത്തുകയാണ്. നീ എന്തുകൊണ്ട് എഴുന്നേൽക്കണം കുഞ്ഞേ? നിനക്ക് വേണ്ടി കാൽവരിയിൽ ഒരുവൻ മരിച്ചതുകൊണ്ട് നീ നിരാശപ്പെട്ട് കിടക്കേണ്ട കാര്യമില്ല. ഗത്സമനയിൽ യേശു കർത്താവ് ചെന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് അവന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ആ അന്ത്യസമയമായപ്പോൾ അവന്റെ ദേഹത്തിൽ നിന്ന് വിയർപ്പുതുള്ളികൾ താഴോട്ട് വീണത് രക്തത്തുള്ളികളായിട്ടാ. രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് താഴെ പോകണമെങ്കിൽ അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകണം, ഞരമ്പുകൾ പൊട്ടണം. എന്താ ആളുകൾ നോക്കിയിട്ട് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് അതിന്റെ കഠിന സമ്മർദ്ദം ഏറ്റെടുത്ത് ആളുകൾ വളരെ ശക്തിയോടെ ആ വേദനയോടെയാണ് പ്രാർത്ഥിച്ചത് യേശു കർത്താവ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ സമയത്ത് അവന്റെ രക്തസമ്മർദ്ദം വർദ്ധിച്ച് അവന്റെ ഞരമ്പുകൾ പൊട്ടി രക്തം തുള്ളിയായി താഴോട്ട് വീടുന്നാണ് ചരിത്രം പറയുന്നത്. എന്തിനു വേണ്ടിയാ? നിന്റെ രക്തസമ്മർദ്ദം മാറ്റാനാണ് അവൻ ഗത്സമനയിൽ അവന്റെ വിയർപ്പുകണങ്ങൾ രക്തത്തുള്ളികളായി മാറിയത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തോടെ പറയട്ടെ, നിരാശപ്പെട്ട് കിടക്കല്ലേ. ആളുകൾ നീ എഴുന്നേൽക്ക്. ദൈവം പറയുന്നു നീ എഴുന്നേൽക്ക്. ആളുകൾ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നെ ഒരു ആശ്ചര്യ വിഷയമാക്കി മാറ്റുവാൻ അതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നലെ അവൻ തകർന്നതുപോലെ ഇന്ന് നീയും തകരുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ നടുവിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തി അത് നിന്നെ ഒരു ആശ്ചര്യ വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പണ്ട് സംഭവിച്ചതുപോലെ, നിന്റെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ അത് തലമുറയായി വീണ്ടും ആവർത്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ തന്നെ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഈ ദൈവ ശബ്ദം പറയുന്നു, നീ എഴുന്നേൽക്ക്, നിരാശകൾ മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്ക്. കാരണം നിനക്ക് വേണ്ടി ആളുകൾ നീ ഇന്നലെ മരിക്കുന്നവനായിരുന്നു പത്രോസേ, എന്നാൽ ഒരു പെസഹാ ഇടയ്ക്ക് വന്നതുകൊണ്ട്, ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട് ആളുകൾ നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുക. അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. രണ്ടാമത് നീ എന്തുകൊണ്ട് എഴുന്നേൽക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട് കുഞ്ഞേ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? ആളുകൾ നീ പ്രായം ചെല്ലാതെ മടിക്കത്തില്ല. രണ്ടുപേരുടെ സഹായമില്ലാതെ സഹായത്തോട് നടക്കുന്ന ഒരു കാലം നിനക്കൊണ്ടെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ
വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവാൻ മതിയായവനാണ്. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവമാണ്. നിന്റെ ആയുസ്സിൽ തന്നെ നിന്റെ വാഗ്ദത്തം നിവർത്തിച്ചു തന്നിട്ടേ നിന്നെ മരിക്കാൻ അവൻ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെങ്കിലും കൊല്ലും, ജീവിതത്തിൽ ഇനിയും ജീവിതം വേണ്ട, മരിച്ചാൽ മതിയെ കുറിച്ച് പറഞ്ഞ് ചിന്തിച്ച് നിരാശപ്പെട്ട് കിടക്കാതെ എഴുന്നേൽക്ക്. നിന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട് നീ എഴുന്നേൽക്കണം. മൂന്നാമത് എന്തുകൊണ്ട് എഴുന്നേൽക്കണം? നിന്റെ മേലൊരു നിയോഗമുണ്ട് പത്രോസേ. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ നിന്നോട് ചോദിച്ചില്ലേ, ഹല്ലേലൂയ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ സ്നേഹിക്കുന്നുവോ എന്ന് അവസാനം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നീ എന്റെ ആടുകളെ മേയിക്കണം. ജീവിതത്തിൽ നിന്റെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ, ദൈവിക ശുശ്രൂഷ നിന്റെ മേലുണ്ടെങ്കിൽ നീ തകർന്നു കിടക്കാൻ പാടില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, യേശു നിനക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നീ എഴുന്നേൽക്കണം. രണ്ട്, നിന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട് നീ എഴുന്നേൽക്കണം. മൂന്ന്, നിനക്ക് ഒരു ദൈവിക നിയോഗമുള്ളതുകൊണ്ട്, ഒരു ശുശ്രൂഷയുള്ളതുകൊണ്ട് നീ എഴുന്നേൽക്കണം. നാലാമത് അവസാനം പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പുറത്തൊരു ദൈവ സഭയുള്ളതുകൊണ്ട് നീ അവിടെ കിടന്നുറങ്ങിക്കിടക്കാതെ, കാരാഗൃഹത്തിനകത്ത് കിടക്കാതെ എഴുന്നേൽക്ക്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ തളർന്നു കിടക്കരുത്. ആരെങ്കിലും ഒരാൾ നിനക്ക് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടവരായി കിടക്കരുത്, നിരാശപ്പെട്ട് കിടക്കരുത്. എഴുന്നേൽക്ക. കാര്യം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതൊരു പവർ. ശാന്തിയാലമന. ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ദൈവത്തിൽ ആരോടോ ദൈവത്തിന്റെ അപ്പോൾ ശക്തമായി പറയുന്നു, ആളെ നിന്നെ ഹാലിയ പിടിച്ചു കിടത്തുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയും. ഇന്ന് പകൽ എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ശ്രദ്ധിക്കണം ദൈവത്തിന്റെ വൈദ്യലെ. ഇവിടെ സഭ 4-ാമത്തെ ആയത്തിൽ 4-ാം വാക്യത്തിനകത്ത് തടവിലാക്കപ്പെട്ട പത്രോസ് 4 പടയാളികൾ വീതം 4 കൂട്ടം, നന്നാൽ 16 പേരുള്ള കൂട്ടമാണ് പത്രോസിനെ തടവിലാക്കപ്പെട്ട് കാവൽ നിൽക്കുന്നത്. നോക്കിയാൽ ദൈവത്തിന്റെ വീട്ടിലെ പത്രോസ് തടവിലായപ്പോൾ ഹല്ലേലൂയ, യഹൂദന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കണമേ, വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പത്രോസിനെ പുറത്തിറക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരാൾക്ക് വന്നാൽ, ഒരു ദൈവസഭയ്ക്കോ ദൈവജനത്തിനോ വന്നാൽ, ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത്. എന്നാൽ ആദിമസഭ അങ്ങനല്ല ചെയ്തത്. ആദിമസഭ ചെയ്തത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കാരണം ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. ഇതിലെ ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഏറ്റവും ബലഹീനനായിരിക്കുന്നവന്റെ കയ്യില് ഏറ്റവും ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. ഇന്ന് പുള്ളിക്കാലം പറയട്ടെ, നീ ബലഹീനനാണോ? നിന്റെ കയ്യിൽ ലഭിക്കുന്ന ഏറ്റവും ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. ഒരുപക്ഷെ നിന്നെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞേക്കാം, നീ ബലഹീനനാണ്, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ ഏറ്റവും ബലഹീനനാണെങ്കിലും നിന്റെ കയ്യിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. സഭ അത് തിരിച്ചറിഞ്ഞു. സഭ പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ പിടിച്ച് അല്ലെങ്കിൽ ഒരു റെക്കമെൻഡ് ചെയ്ത് പത്രോസിനെ ഇറക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ധർണ നടത്തി സമരം നടത്തി അല്ലെങ്കിൽ പത്രോസിനെ ഇറക്കാനെന്നും പോയി ഇന്നത്തെ കാലത്ത് നമ്മുടെ സഭകളൊക്കെ ചെയ്യുന്നത് അതാണ്. സംഘടനകളൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ തേടി പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ സമരം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ് ഇന്ന്. എന്നാൽ ആദിമസഭയുടെ രീതി അങ്ങനെയല്ലായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥനയുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. അവരെ 5-ാം വാക്യത്തിൽ അവർ പ്രാർത്ഥിച്ചു. അവിടെ വിടുതലുള്ള കാരണം എന്താണെന്ന് ತಿಳಿದರೆ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ദൂതനിറങ്ങി പ്രകാശം മുഴുവൻ ഹല്ലേലൂയ പത്രോസിനെ എഴുന്നേൽപ്പിച്ച് 9-10 വാക്യങ്ങളിൽ ദൂതൻ മുഖാന്തരം വിടുതൽ ലഭിച്ചു. ഹല്ലേലൂയ. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ സഭയ്ക്ക് ആത്മീയ ആയുധത്തെ കുറിച്ച് ബോധ്യം വന്നു. ആത്മീയ ആയുധം പ്രാർത്ഥനയായിരുന്നു. അവർ ആ പത്രോസ് പുറത്തു വന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നു എന്ന് പുസ്തകം പറയുന്നു. നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ ഇന്നലെ നിനക്കെതിരെ അടഞ്ഞ വാതിലുകൾ സ്വതവേ തുറക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനൊരു ദൂത് ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മുൻപിൽ അടഞ്ഞ പല വാതിലുകളുണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ നീ പകച്ച് കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേട്ട് എഴുന്നേൽക്ക്. എന്തുകൊണ്ട്? യേശു നിനക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നീ എഴുന്നേൽക്ക്. എന്തുകൊണ്ട്? നിനക്കൊരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട് എഴുന്നേൽക്ക്. എന്തുകൊണ്ട്? നിനക്കൊരു നിയോഗം ഉള്ളതുകൊണ്ട് എഴുന്നേൽക്ക്. എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എഴുന്നേൽക്ക്. ഈ എഴുന്നേറ്റ് നീ മുൻപോട്ട് വാ, മുൻപോട്ട് സ്റ്റെപ്പ് വെക്ക്. അയ്യോ, വാതിൽ അടഞ്ഞിരിക്കുന്നതല്ലേ, ഇന്നലെ ഞാൻ കണ്ടതല്ലേ വാതിൽ അടഞ്ഞത്, എങ്ങനെ പുറത്തു വരുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. നീ എഴുന്നേറ്റ് മുൻപോട്ട് വരാൻ തയ്യാറായാൽ വാതിലുകൾ സ്വതവേ തുറക്കുമെന്നാണ് ഇതിന്റെ പുസ്തകം പറയുന്നത്. വാതിലുകൾ സ്വതവേ തുറന്നു. കാരാഗൃഹത്തിന്റെ വലിയ വാതിൽ, ഇരുമ്പ് വാതിലുകൾ സ്വതവേ തുറക്കുകയാ. ഇന്ന് പകൽക്കാലം അടഞ്ഞ വാതിലുകൾ തുറപ്പിക്കുന്ന ഒരു ദൈവത്തെ
അടഞ്ഞ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. അത് താഴ്ചയിൽ നിന്ന് ഉയർത്തും. ക്രൂശിച്ചവരുടെ നടുവിൽ നിന്ന് ഉയർപ്പിക്കും. താഴ്ത്തിയുടെ മുൻപിൽ നിന്ന് ഉയർത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നൊരു ആത്മാവിന്റെ വലിയൊരു അന്തരീക്ഷം കൊണ്ട് ഇതിലെ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കെ ഹല്ലേലൂയ. ഇവിടെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ മുൻപിലേക്ക്, ആ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ആ മുറിയുടെ മുൻപിലേക്ക് ഇതാ പത്രോസ് കടന്നു വരിക. ദൈവത്തിന്റെ വഴിയിലെ രേഖകളെ തിരുത്തുവാൻ കഴിവുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി. ഹല്ലേലൂയ. നിന്റെ ന്യായവിധിയെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഇവിടെ കണ്ട് ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഇവൻ വിധിക്കപ്പെട്ടത്? ഹല്ലേലൂയ. കഴുത്ത് പോകുവാൻ. മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ മരണത്തിന് വിധിക്കപ്പെട്ടവനെ ജീവനുള്ളവനാക്കി പുറത്തു കൊണ്ടുവരുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പദവിലാക്കപ്പെട്ടവന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഹല്ലേലൂയ. നീയും തീരുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ നടുവിൽ നിന്നെ കൊണ്ടുവന്ന് ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥന ദൈവത്തിന്റെ വഴിയിലെ അതൊരു ആത്മീയ ആയുധമാണ്. പ്രാർത്ഥന ഒരു ശക്തിയുള്ള ആയുധമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മർക്കോസിന്റെ മാളിക മുറിയിലേക്കാണ്. ആ പ്രയർ റൂം ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയാണ് നമുക്ക് കാണുവാൻ കഴിയും. ഈ മാളിക മുറിയാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാമധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിയോഗിക്കപ്പെട്ട മുറി. 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് മർക്കോസിന്റെ മാളിക മുറിയിലാണ്. ആ മാളിക മുറിയിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നത്. ഇതേ മാളിക മുറിയാണ് യേശുവിന്റെ കാലത്ത് പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിയത്. കാരണം എല്ലായിടത്തും ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആകുന്നില്ല. ഹലോ, ക്ലിയർ ആകുന്നില്ല പാസ്റ്ററെ. ഇപ്പോൾ ക്ലിയറാണോ? ഇപ്പൊ ഇച്ചിരി ബെറ്ററാ. മർക്കോസിന്റെ മാളിക മുറിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാളിക മുറി ഏതാണ്? ആ മാളിക മുറിയാണ് കർത്താവ് പെസഹ ഒരുക്കുവാൻ വേണ്ടി പറഞ്ഞ് ഒരുക്കി വെച്ച ഒരു മാളിക മുറി. ആ മാളിക മുറിയാണ് പിൽക്കാലത്ത് 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ചുകൂടി. അതേ മാളിക മുറിയാണ് പറഞ്ഞു വന്നത്. അതേ മാളിക മുറിയിലാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആരുടെ അത്ഭുതത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ മാളിക മുറി. ഈ മാളിക മുറിയെ കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 12 മുതൽ 17 വരെ മർക്കോസിന്റെ മാളിക മുറി ആ ഒരു പ്രേയർ മുറിയായിരുന്നു നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ഈ മർക്കോസാണ് പിൽക്കാലത്ത് അടുത്ത പഠിക്കാൻ പോകുന്ന 14-ാം അധ്യായത്തിൽ പൗലോസിന്റെയും ബർന്നബാസിന്റെയും കൂടെ മിഷൻ യാത്രയും കൂടെ തന്നത് ഈ മർക്കോസാണ്. ഈ മർക്കോസിന്റെ അമ്മയുടെ പേര് മറിയ എന്നാണ്. ഇതൊരു മനുഷ്യരായ ഒരു പകുതിയാണ്. ധാരാളം ആളുകൾ കടന്നു നിൽക്കാൻ തക്കമുള്ള ഒരു വീടാണ്. അവർ വേലക്കാരത്തിലുള്ള വേലക്കാരത്തിന്റെ പേര് വേദനയാണ് എന്നതിലൂടെ കാണാൻ കഴിയും. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടുത്തിലേക്ക് ഇതാ പത്രോസ് വാദത്തുകൾ നമ്മൾ നിൽക്കുക. കേൾക്കാൻ പറ്റുമോ?
ക്ലിയർ ആകണം. അങ്ങോട്ട് ശരിയായിട്ട് ക്ലിയർ ആകുന്നില്ല. ഇപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾറെഡി ആ മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവസഭയുടെ മുൻപിലേക്കാണ് അതിൽ പത്രോസ് കടന്നു വന്ന് വാതിൽക്കൽ നിന്ന് മുട്ടുക. പത്രോസ് വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ആദ്യം വന്ന് തുറക്കുന്നത് വേലക്കാരത്തിയ. അവളുടെ പേര് രോധ എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവൾ വന്നു പത്രോസിനെ കണ്ട് അത്ഭുതപ്പെട്ടു. അവൾ തിരിച്ചോടുകയാ. അവൾ മുറി ഡോർ തുറക്കാതെ തന്നെ പത്രോസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയുന്നു. പ്രാർത്ഥിക്കുന്നവർ വന്ന് വാതിൽ തുറക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാ. എന്താണ് അവർ പ്രത്യേകിക്കുന്നത്? അവർ 16-ാം വാക്യത്തിൽ അവർ വിസ്മയിച്ചു. എന്താണ് അവർ വിസ്മയിക്കാനുള്ള കാരണം? ദൈവമക്കളെ, ഇത്ര പെട്ടെന്ന് കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്ന് അവർ വിശ്വസിച്ചില്ല. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ഇത്ര പെട്ടെന്ന് അവർ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി അവരുടെ കൺമുൻപിൽ വെളിപ്പെടുമെന്ന് അവർ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ മറുപടിയായ പത്രോസ് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവർ വിസ്മയിക്കുന്നത്. ഇന്ന് പകൽക്കാലം അതിനകത്തൂടെ ഒരു ദൂത് ഞാൻ ദൈവാത്മാവിൽ പറയാം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന അത് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ മറുപടി നീ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നീ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടി പെട്ടെന്ന് ലഭിക്കുമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം. ദൈവം ഇതിലെ ആ സമയത്ത് പത്രോസ് അകത്ത് വരികയും തന്നെ വിടുവിച്ച വിധത്തെക്കുറിച്ച് അവരോട് സാക്ഷ്യം പറയുകയും ചെയ്യുന്നതായിട്ടാണ് ആളുകൾ അവിടെ കാണുന്നത്. എന്നിട്ട് പറയുന്നു, ആളുകൾ നിങ്ങൾക്ക് പോയി യാക്കോബിന് ശേഷം സഹോദരന്മാരോടും അറിയിക്കുവാൻ അത് പത്രോസ് അവരോട് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണമേ. 12-ാം അധ്യായം തുടങ്ങിയത് എങ്ങനെയാ? 12-ാം അധ്യായം തുടങ്ങിയത് ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ പിടിച്ചു കാരാഗൃഹത്തിനകത്താക്കി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. എന്നാൽ 12-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ ഉടനെ ഹെരോദാവിനെ അടിച്ചു. അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനെ നോക്കിയ ദൈവത്തിന്റെ വഴികളെ, തുടക്കം വലിയ പ്രശ്നമായിരുന്നു. തുടക്കം ഇതാ ദൈവദാസനെ കൊല്ലുന്നു, മറ്റൊരു ദൈവദാസനെ തടവിൽ പിടിക്കുന്നു. എന്നാൽ അതിന്റെ ഒടുക്കം കണ്ടോ? ദൈവസഭയ്ക്കെതിരെ നിന്നവനെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവവചനം ദേശം മുഴുവൻ വിളംബരം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിനെ ഇതുപോലെ തന്നെയാണ് ഒരു ദൈവപൈതലിന്റെ ജീവിതവും. തുടക്കം ഒത്തിരി പ്രശ്നമാണെങ്കിലും നീ ഭാരപ്പെടരുത്. തുടക്കം വലിയ സങ്കീർണമാണെങ്കിലും നീ ഭാരപ്പെടരുത്. തുടക്കമെല്ലാം പ്രതികൂലമാണെങ്കിലും നീ ഭാരപ്പെടരുത്. നീ ദൈവപൈതലാണെങ്കിൽ അതിന്റെ ഒടുക്കം ദൈവപ്രവൃത്തിയാക്കി ദൈവം മാറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 12-ാം അധ്യായം തുടങ്ങിയപ്പോൾ എത്ര ഭീതിജനകമായ അന്തരീക്ഷമാണ്. സഭ പേടിക്കുന്ന അന്തരീക്ഷമാണ്. സഭയ്ക്ക് വലിയ പ്രതികൂലമാണ്. കാര്യമെന്താ? മുൻപിൽ നിന്ന് യാക്കോബിനെ കൊന്നു, മുൻപിൽ നിന്ന് പത്രോസിനെ തടവിലെത്തിയിരിക്കുന്നു, പീഡയാണ്. എന്നാൽ അതിന്റെ അവസാനം നിങ്ങൾ കണ്ടോ? ആരാണോ പീഡിപ്പിച്ചത് അവനെ അടിച്ച് ക്രിമിക്കിരയാക്കുന്നു. ദൈവവചനം ശക്തിയോട് വിളംബരം ചെയ്യുവാനുള്ള ക്രമീകരണം ഉണ്ടാകുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ ഭയപ്പെടരുത്. കാരണം അതിന്റെ അവസാനം ഒരു ദൈവപ്രവൃത്തിയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ദൂതി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഹല്ലേലൂയ, ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് പരാജയം വരുമ്പോൾ, അത് തീർന്നു എന്ന്, എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ്, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ്, ഇനിയും മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ തകർന്നു പോകരുത്. നീ കാത്തിരിക്ക്. അതിന്റെ അവസാനം നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് എന്നെ കേൾക്കാമല്ലോ? ദൈവമക്കളെ മനസ്സിലാക്കുക. 12-ാം അധ്യായം തുടങ്ങിയത് എങ്ങനെയാ? തുടങ്ങിയത് തല പോകുന്ന അനുഭവമല്ലേ? ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവമാണ്. എന്നാൽ നോക്കിയത് 12-ാം അധ്യായത്തിന്റെ അവസാനം നിങ്ങൾ കണ്ടോ? സഭയ്ക്ക് ജീവൻ കൊടുത്തുള്ള ദൈവം അത് സഭയെ തിരിച്ചു പിടിക്കുന്നത് കണ്ടോ? ഇതേപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. എത്ര വലിയ പ്രശ്നം നിന്റെ മേൽ വന്നാലും, എത്ര വലിയ പ്രതികൂലത്തിന് നടുവിൽ നീ ആയാലും, നീ കാരാഗ്രഹത്തിന്റെ അകത്തായാലും നീ ഭാരപ്പെടരുത്. അതിന്റെ അവസാനം നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിവുള്ളോട് കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, പിശാച് തിന്മയ്ക്കായി ചെയ്യും, എന്നാൽ എന്റെ ദൈവമോ
അതിന്റെ മേൽ കരം വെച്ച് നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ സേവിക്കുന്നവന് അത് നന്മയ്ക്കാക്കി മാറ്റും. വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ പ്രതികൂലം അനുഭവിച്ചുകൊണ്ട് പ്രശ്നത്തിനകത്തായി പരാജയം അനുഭവിച്ചുകൊണ്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിന്റെ മുൻപിൽ ഒരു ജയം ദൈവം വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. ദൈവസഭയോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ പോരാടത്തിൽ തന്നെ പറഞ്ഞത്, പക്ഷെ ജയിക്കത്തില്ല. അന്തിമ ജയം സഭയ്ക്കായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് പാതാള ഗോപുരം സാമ്രാജ്യ ശക്തിയെ കയ്യിലെടുത്തുകൊണ്ട്, ആ വരോധാവിനെ കയ്യിലെടുത്തുകൊണ്ട് സഭയ്ക്കെതിരെ പീഡ അഴിച്ചുവിടുക. സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭയെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളുമാണ്. എന്നെ പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പാതാള ഗോപുര ശക്തികൾ ആ പണിയെ തടയത്തില്ലെന്നാണ് പറഞ്ഞത്. എനിക്കെതിരെ പോരാട്ടമുണ്ടാകും, നിനക്കെതിരെ പോരാട്ടമുണ്ടാകും. മതശക്തികൾ പോരാടും, സാമ്രാജ്യ ശക്തികൾ പോരാടും, മരണശക്തികൾ പോരാടും, പാതാള ശക്തികൾ പോരാടും, പാപശക്തികൾ പോരാടും, അതിന് പിന്നിലുള്ള സാത്താന്യ ശക്തികൾ പോരാടും. എന്നാൽ ജയിക്കത്തില്ല. കാരണം എന്താ? യേശു കാൽവറിയിൽ പാപത്തെ ജയിച്ചു, പാപത്തിന്റെ പിന്നിലുള്ള പിശാചിനെ ജയിച്ചു, പാപത്തിന്റെ ഫലമായി വെളിപ്പെട്ട മരണത്തെ ജയിച്ചു, പാപത്തിൽ നിന്ന് വെളിപ്പെട്ട പാതാളത്തെ ജയിച്ചു. യേശു കർത്താവ് മതശക്തികളെ ജയിച്ചു, സാമ്രാജ്യ ശക്തികളെ ജയിച്ചു. അതുകൊണ്ട് ദൈവമേ, ആ കർത്താവ് ജയിച്ചവനാ പറയുന്നത്, ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുര ശക്തികൾ അതിനെ ജയിക്കത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് തുടക്കത്തിൽ പാതാള ഗോപുര ശക്തികൾ പോരാടിയെങ്കിലും അവസാനം ജയമാർക്കായിരുന്നു ദൈവസഭയ്ക്കാണ്. അതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാൻ സ്നാപകൻ മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാ കൊടുത്തത്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് അത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അടുത്ത വാക്ക്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇതിനെ മനസ്സിലാക്കിയോ? അവൻ നിങ്ങളെ, കർത്താവിനെ കുറിച്ച് പറയാം, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അപ്പൊ നമ്മളെ പണിയുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും നമ്മളെ സ്നാനപ്പെടുത്തുന്നവനാണ്. അന്നും ഇന്നും ഞാൻ പറയട്ടെ, ഇതിലെ ദൈവസഭയ്ക്കെതിരെ ഒരുവൻ നിന്നാൽ അവനെതിരായിട്ട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ. ദൈവസഭ എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ല, സംഘടനയല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്കെതിരെ, യേശുവിനെ ആരാധിക്കുന്ന നിങ്ങൾക്കെതിരെ, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച നിങ്ങൾക്കെതിരെ, യേശുവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന നിങ്ങൾക്കെതിരെ ഒരു ശക്തി പ്രവർത്തിച്ചാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നമുക്കറിയാം, 8-ാം അധ്യായത്തിൽ ദൈവദാസനായ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഓർഡർ കൊടുത്ത കുതിരപ്പുറത്തിരുന്ന എറിയുന്നവരുടെ വസ്ത്രം പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിരുന്ന ശൗൽ എന്ന് പറഞ്ഞവനെ 9-ാം അധ്യായത്തിൽ എന്റെ തമ്പുരാൻ എന്ത് ചെയ്തു? പിടിച്ചു. അവനെ പിടിച്ചെന്ത് ചെയ്തു? സ്തെഫാനോസ് പ്രസംഗിച്ച അതേ പ്രസംഗം അവന്റെ നാവിന്മേൽ കൊടുത്തു. എന്ന് പറഞ്ഞാൽ എതിരാളിയായിരുന്നവനെ അനുകൂലമാക്കി മാറ്റി, സഭയ്ക്കെതിരെ നിന്നവനെ സഭയ്ക്ക് അനുകൂലിയാക്കി മാറ്റി. അങ്ങനെയും ദൈവം പ്രവർത്തിക്കും. എന്നാൽ 12-ാം അധ്യായത്തിൽ ഹെരോദാവെന്ന് പറഞ്ഞ രാജാവ് സഭയുടെ ദൈവദാസനായിരുന്ന യാക്കോബിനെ കൊല്ലിച്ചവനെ, പത്രോസിനെ തടവിലാക്കിയവനെ എന്താ ചെയ്തത്? ദൂതനെ വിട്ടവനെ അടിച്ചവനെ ക്രിമിക്കിരയാക്കി ഭൂമിയിൽ നിന്ന് മാറ്റി. ദൈവങ്ങൾ മനസ്സിലാക്കണം, ദൈവസഭയ്ക്കെതിരെ നിന്നാൽ അന്നും ഇന്നും രണ്ട് കാര്യം ദൈവം ചെയ്യും. ഒന്നുകിൽ അവനെ സഭയ്ക്ക് അകത്താക്കും, അല്ലെങ്കിൽ അവനെ ഭൂമിയിൽ നിന്ന് മാറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ദൈവം ഇതിൽ നിനക്കെതിരെ ഒരുവൻ ചലിച്ചാൽ, കർത്താവിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ആകാശം മാറും ഭൂമി മാറിയാലും അദ്ദേഹത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അദ്ദേഹം പറഞ്ഞത്, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും ദൈവത്തിന് വിലപിടിപ്പുള്ളവർ നമ്മളാണ്. ഒന്നുകിൽ നിനക്കെതിരെ നിന്നവനെ ദൈവം നിന്റെ അനുകൂലമാക്കി മാറ്റും, നിന്റെ അനുകൂലിയാക്കി മാറ്റും. നീ എടുത്ത പുസ്തകം അവനെ കൊണ്ടും ചോദിപ്പിക്കും, നീ പ്രസംഗിക്കുന്ന പ്രസംഗം അവനെ കൊണ്ടും പ്രസംഗിപ്പിക്കും. അവൻ നിനക്കൊരു ബലമാക്കി മാറ്റും. ഇവിടെ സ്തെഫാനോസിനെ കൊന്ന
ദൈവത്തിലെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം അതാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കാണ്, അത് എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരാണോ തീയിൽ സ്നാനപ്പെട്ടവരാണോ? വെള്ളത്തിൽ സ്നാനപ്പെടാൻ നമുക്ക് എളുപ്പമാണോ? ഇനിയും ഒരിക്കൽ കൂടെ സ്നാനപ്പെടാൻ നമ്പരാൻ പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെടും. കാരണം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുന്നത് വലിയ ഇഷ്ടമാണ്. എന്നാൽ പുസ്തകം പറയുന്നു തീയിൽ സ്നാനപ്പെടണം. വെള്ളത്തിനകത്ത് ഒരു തലമുടി പോലും പുറത്തു വരാത്ത രീതിയിൽ നമ്മൾ താഴുന്നത് പോലെ തീയിൽ സ്നാനപ്പെടണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു വചനം തീയാണ്. വചനത്തിനകത്ത് നമ്മൾ മുങ്ങണം, വചനത്തിനകത്ത് നമ്മൾ ഒതുങ്ങണം. മനസ്സിലാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ വചനത്തിനകത്താകണം. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും. ഇതിലെ പരിശുദ്ധാത്മാവിലും തീയിലും നമ്മൾ സ്നാനപ്പെടണം, വചനത്തിനകത്താകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. തീ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ പണ്ട കാലത്ത് ഫർണസുണ്ട്, കൊല്ലന്റെ ആല, കൊല്ലപ്പണിക്കാരൻ ആലയുണ്ട്. അവൻ ആലയിൽ തീ കൂട്ടിയിട്ടാണ് അതിൽ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച് പണിയായുധങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ആ കൊല്ലന്റെ ആലയിലേക്ക് ചെന്നാൽ അവിടെ ആ കൊല്ലൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തീ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. തീയുടെ നിറം നമുക്കറിയാം, തീ ഇങ്ങനെ ആടിപ്പടർന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് കൊല്ലൻ ഒരു ഇരുമ്പ് കഷണം, ഒരു കറുത്ത ഒരു ഇരുമ്പ്, വളവുകളും പാടുകളുമുള്ള ഒരു ഇരുമ്പ്, ഭൂമിയിൽ നിന്നെടുത്ത ഒരു ഇരുമ്പ് കഷണം, ആ കറുത്ത പാടുള്ള ആ ഇരുമ്പ് കഷണം എടുത്ത് തീക്കകത്തേക്ക് കെട്ടിവെക്കുന്നു. തീക്കകത്ത് വെക്കുന്നതിന് മുൻപ് ആ ഇരുമ്പ് കഷണത്തെ കുറിച്ച് നമുക്ക് ഒത്തിരി കുറ്റം പറയാനുണ്ട്. അത് വളഞ്ഞിരിക്കുന്ന ഒത്തിരി പാടുണ്ട്, കറുത്തതാണ്, അഴുക്കുണ്ട് എന്നൊക്കെ ഒത്തിരി കാര്യം പറയാൻ പറ്റും. എന്നാൽ ആ കൊല്ലം എന്ത് ചെയ്യുന്നു? ഒരു കുടിലെടുത്ത് ആ കഷണം എടുത്ത് കൂട്ടി വെച്ചിരിക്കുന്ന തീക്കകത്തേക്ക് കെട്ടിവെക്കുന്നു. നമ്മളത് കണ്ടു. എന്നിട്ട് തീ കൂടുതൽ കൂട്ടുന്നു. സ്വല്പം നേരം കഴിയുമ്പോൾ നമ്മൾ മുമ്പേ ഒത്തിരി കുറ്റം പറഞ്ഞ കറുത്ത പാടുള്ള അത് വളമുള്ള ആ സാധനം അതിനകത്ത് കാണാതാകുന്നു. എന്താ കാര്യം? ആ കഷണം തീയുടെ നിറമായി മാറി, ആ കറുപ്പ് മാറി തീയുടെ നിറമായി മാറി. ഇപ്പൊ വളവ് കാണാനില്ല, ഇപ്പൊ പാട് കാണാനില്ല, ഇപ്പൊ തീയുടെ നിറമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തീക്കകത്ത് തീയുടെ നിറമായി കിടക്കുന്ന ഈ ഇരുമ്പ് കഷണത്തെ ബന്ധിക്കാൻ ലോകത്തിലെ ഏത് ശക്തിക്ക് കഴിയും? നമ്മൾ പറയുന്നത് ബന്ധനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ഈ തീക്കകത്ത് കിടക്കുന്ന തീയുടെ നിറമുള്ള ഈ ഇരുമ്പ് കഷണത്തെ ബന്ധിക്കുവാൻ ഏത് ശക്തിക്ക് കഴിയും? എന്തുകൊണ്ട് ബന്ധിക്കാൻ കഴിയും? കയറ് കൊണ്ട് ബന്ധിച്ചാൽ കരിഞ്ഞു പോവും. ഇനി ഇരുമ്പ് കൊണ്ട് ബന്ധിച്ചാലോ? ഇരുമ്പ് കൊണ്ട് ഇതിനെ ബന്ധിച്ചാൽ ഇതും ആ ഇരുമ്പും കൂടെ ഒഴുകി ഈ ഇരുമ്പ് കഷണത്തോട് ചേരും, ഇരുമ്പ് കഷണത്തിൽ ബലം വർദ്ധിക്കും. മനസ്സിലാകുന്ന ദൈവമൊക്കെ സ്തോത്രം. ഇതുപോലെ തന്നെയാണ് കുഞ്ഞെ, ദൈവത്തിന്റെ ജനത്തിനെതിരെ നീ പ്രതികരിച്ചാൽ, നീ ദൈവജനത്തിനെതിരെ നീ എഴുന്നേറ്റാൽ, ഒന്നുകിൽ നീ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ നീ അവന് ബലമായി മാറും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവമന്ദിരെ നിനക്കെതിരെ ആരാധിക്കുന്ന നിനക്കെതിരെ, യേശുവിനെ വഹിക്കുന്ന ആലയമാകുന്ന നിനക്കെതിരെ, പരിശുദ്ധാത്മാവിൽ വസിക്കുന്ന ആലയമാകുന്ന നിനക്കെതിരെ ഒരു ശത്രു എഴുന്നേറ്റാൽ നീ വചനത്തിനകത്തായിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ബന്ധിക്കുവാൻ, നിന്നെ തകർക്കുവാൻ അവന് കഴിയത്തില്ല. ഒന്നുകിൽ അതിൽ കഴിഞ്ഞു പോകും ആ തീക്കകത്ത്, അല്ലെങ്കിൽ നീയും അവനും നിന്നോടുകൂടി ഒട്ടിച്ചേരും. അതേ സ്തെഫാനോസിനെ കൊന്നവൻ സഭയോട് ഒട്ടിച്ചേർന്നതുപോലെ ആ ഒട്ടിച്ചേരും. അല്ല എങ്കിൽ ഹെരോദാവ് കരിഞ്ഞു പോയതുപോലെ കരിഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം നീയും ഞാനും അത്രയ്ക്ക് വിലയേറിയതാണ് ദൈവത്തിന്. ഇവിടെ 12-ാം അധ്യായം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 12-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. ഇവിടെ 12-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ദൂതൻ വന്നു, ദൈവത്തിന്റെ പ്രവർത്തിക്കെതിരെ നിന്നവനെ അടിച്ചു, അവൻ താഴെ വീണ് ക്രമിക്കിരയായി, ദൈവവചനം മേൽക്കുമേൽ പരന്നു.
ദൈവത്തിലെ ഹാലലീയ ദൈവവചനം ദേശത്ത് പരക്കണമെങ്കിൽ ചില പ്രതികൂലങ്ങളിലൂടെ സഭ കടന്നു പോകണം. നീ പല പ്രതികൂലങ്ങളുടെ കടന്നു പോകുമ്പോഴാണ് ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം 12-ാം അധ്യായം അവസാനിപ്പിക്കാൻ പോവുകയാണ്. 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഭയപ്പെട്ടു, എന്നാൽ 12-ാം അധ്യായത്തിന്റെ അവസാനം ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മക്കൾ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുന്ന അനുഭവങ്ങൾ വന്നാൽ ഭാരപ്പെടരുത്. യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചിട്ടുള്ളതുകൊണ്ട്, നിന്റെ പേരിൽ വാഗ്ദത്തമുള്ളതുകൊണ്ട്, നിന്റെ പേരിൽ നിയോഗമുള്ളതുകൊണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രയത്നമുള്ളതുകൊണ്ട് നീ ഭാരപ്പെടരുത്. നീ എഴുന്നേറ്റ് മുൻപോട്ട് നടക്ക്, ദൈവാത്മാവിനെ അനുസരിച്ച് മുൻപോട്ട് നടക്ക്. നിനക്കെതിരെ അടഞ്ഞ വാതിലുകളെല്ലാം സ്വതവേ തുറക്കും. നീ മറ്റുള്ളവരുടെ നടുവിൽ, നീ തകർന്നു എന്ന് പറയുന്നവരുടെ നടുവിൽ നീ ഒരു സാക്ഷിയായി മാറും, നീ ഒരു അത്ഭുതമായി മാറും. നിനക്കെതിരെ പ്രവർത്തിച്ച ശക്തികളെയെല്ലാം ദൈവം തകർത്തുകളയും. ആളുകൾ നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അടുത്ത ആഴ്ച 13-ാം അധ്യായമാണ്. അന്ത്യോക്യ സഭയെക്കുറിച്ച് 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട്, ആളുകൾ നിരാശപ്പെട്ട്, ആളുകളിയ കാരാഗ്രഹ സമാനമായ അനുഭവത്തിൽ ഒരു വിടലില്ലാതെ പല വാതിലുകളിലും അടഞ്ഞ് ആളുകളിയ നിരാശപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം നിങ്ങളോടാണ് സംസാരിച്ചത്. ആളുകളിയ ഒരുപക്ഷെ ക്ലിയറായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, കേട്ട ഭാഗം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാക്, കൂടുതൽ ആരാധിക്കാൻ തയ്യാറാക്, ഉപവസിക്കാൻ തയ്യാറാക്, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറാക്. ഈ ദിവസങ്ങൾ നിങ്ങൾക്കെതിരെ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ അത്ഭുത സാക്ഷിയായി മാറാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ശനിയാഴ്ചയുടെ പകൽക്കാലം രാവിലെ സമയത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നുവന്ന് കർത്താവിന്റെ വചനം പഠിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ, കർത്താവിനെ സ്തുതിക്കുവാനും അത് നല്ല ഗാനങ്ങൾ ആലപിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവ്, ഇങ്ങനെ ഒരു പ്രയത്നം ഈ ഒക്ലഹോമ ദേശത്ത് കർത്താവ് തുറന്നതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ് ദാസൻ രാജിപ്പാശ കുടുംബമായി കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. ദൈവകൃപയും ദൈവശക്തിയാലെ ദൈവം നിന്നെ നിറയ്ക്കട്ടെ. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചാത്ത കർത്താവ്, ഇതിൽ ഭാഗമാക്കാകുന്ന രാത്രി കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെയും അവരുടെ ഭവനങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഭാവിയും അനുഗ്രഹിച്ച് ദൈവകരങ്ങൾ നിൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവപ്രവർത്തിയിലേക്ക് അവർ കടന്നു വരുവാൻ സഹായിക്കണമേ. അടഞ്ഞ വഴികൾ തുറന്നു വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആരുടെ ദൈവങ്ങളിലേക്കടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ പ്രേരണകളെയും അനുഗ്രഹിക്കണം. മക്കളും ആ പ്രേരണനെ അനുഗ്രഹിക്കണം. പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം. അതുകൊണ്ടാകുന്നവരെ അനുഗ്രഹിക്കണം കർത്താവേ. ആളുടെ നോർത്ത് കരോളിന പ്രേരണനെ അനുഗ്രഹിക്കണം. ബോസ്റ്റൺ പ്രേരണനെ അനുഗ്രഹിക്കണം കർത്താവേ. ഇവർ പ്രേരണനെ അനുഗ്രഹിക്കണം. എല്ലാ പ്രേരണകളെയും അനുഗ്രഹിക്കണം. എല്ലാ ദൈവപ്രവർത്തികളെയും അനുഗ്രഹിക്കണം. ദൈവസഭകളെ അനുഗ്രഹിക്കണം. ദൈവരാശന്മാരെ അനുഗ്രഹിക്കണം. കർത്താവെ, അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ തലമുറയിലേക്ക് പകരപ്പെടണം. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. രോഗികളെ സൗഖ്യമാകണം യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വെബ്സൈറ്റിൽ കടന്നു വന്ന ഈ കർത്താവ് ദൈവജനം വീണ്ടും കേൾക്കുന്നവരെ എല്ലാം കർത്താകാരണമായി അനുഗ്രഹിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കടമിൽ കർത്താവ് അത്ഭുതം ചെയ്താട്ടെ. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.